സ്വർണ്ണ വ്യാപാരിയെ തടഞ്ഞു നിർത്തി വാഹനവും പണവും കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി പിടിയിൽ. 2023 ഡിസംബർ 13-ന് താമരശ്ശേരി ചുരത്തിൽ വെച്ചാണ് സംഭവം നടന്നത്. ജിത്ത്, ഹനീഷ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ 10 പ്രതികൾ പിടിയിലായി. താമരശ്ശേരി ചുരത്തിൽ വെച്ച് സ്വർണ്ണ വ്യാപാരിയെ തടഞ്ഞു നിർത്തി വാഹനവും പണവും കവർന്ന കേസിൽ 2 പ്രതികളെ കൂടി പിടികൂടി. കോഴിക്കോട് റൂറൽ SP ഡോക്ടർ അരവിന്ദ് സുകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി DYSP MP വിനോദിന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പാലക്കാട്, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ജിത്ത്, ഹനീഷ് എന്നിവരാണ് പിടിയിലായത്. 2023 ഡിസംബർ മാസം 13-ന് മൈസൂരിൽ നിന്നും സ്വർണമെടുക്കാൻ കൊടുവള്ളിയിലേക്ക് വന്ന വ്യാപാരിയെ താമരശ്ശേരി ചുരത്തിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ച് കൊട്ടേഷൻ സംഘം 68 ലക്ഷം രൂപയും കാറും തട്ടിയെടുക്കുകയായിരുന്നു. 2 ദിവസത്തിന് ശേഷം 15-ാം തീയതിയാണ് ഇയാൾ പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിന് ശേഷം താമരശ്ശേരി, കൊടുങ്ങല്ലൂർ, മാള എന്നിവിടങ്ങളിൽ നിന്നായി 8 പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു. ഇതോടെ കേസിൽ 10 പ്രതികൾ പിടിയിലായി. സംഭവശേഷം തമിഴ്നാട്ടിലും കർണാടകത്തിലും വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികൾ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് പ്രതികളെ പാലക്കാടും കൊടുങ്ങല്ലൂരും എത്തി അറസ്റ്റ് ചെയ്തത്. കൂടാതെ കൃത്യത്തിനുപയോഗിച്ച 2 കാറും 1 ജീപ്പും നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ താമരശ്ശേരി ഇൻസ്പെക്ടർ KO പ്രദീപ്, സബ് ഇൻസ്പെക്ടർ സജേഷ് C ജോസ്, സ്പെഷ്യൽ സ്ക്വാഡ് SI-മാരായ രാജീവ് ബാബു, ബിജു പൂക്കോട്ട്, ASI-മാരായ P അഷ്റഫ്, സുജാത് S, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജയരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.